+1 നമ്മൾ പഠിക്കുന്ന ബേസിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ് +2 വരുന്നത്. അപ്പൊ +1 ബേസിക്സ് കിട്ടിയില്ല, ഇനി +2 എത്തിയ ശേഷം ഓക്കെ ഇനി പഠിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുന്നിടത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പഠിക്കാൻ നല്ല കാലിബർ ഉണ്ട്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഏറ്റവും ഹൈയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇപ്പൊ കൊമേഴ്സിന് ഒരു കരിയറിൽ എടുക്കുന്ന സമയത്തോട്ട് ഒരു 3 or 4 years ഇവർ ആ സയൻസിൽ ആ ഒരു 8-10 വർഷം ഇടുന്ന ഒരു ഹാർഡ് വർക്ക് ആ 4 വർഷം ഇടാൻ റെഡി ആണെങ്കിൽ അവർക്ക് അത്ര ചെറുപ്പത്തിൽ ലൈഫ് സെറ്റിൽ ആകാം. ഹ്യൂമാനിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ തോറ്റത്. 2ാം സ്ഥാനം ഏറ്റവും കൂടുതൽ തോറ്റതിലുള്ള കുട്ടികൾ കൊമേഴ്സ് ആണ്, ഏറ്റവും കുറവ് കുട്ടികൾ തോറ്റത് സയൻസിലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാം മിസ്സിന്? ഹായ് ഓൾ, ഒരുപാട് കാലമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് കുറെ കാര്യങ്ങൾ പണ്ടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. പുതിയ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളുടെ പ്രിയപ്പെട്ട ഡോണ മിസ് ഇവിടെ വന്നിരിക്കുന്നത്. ഡോണ മിസ്സേ, നമ്മളെ വീഡിയോ കാണുന്ന കുട്ടികൾ കൂടുതലും കൊമേഴ്സുകാരായിരിക്കും. അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നെ കുറെ മിസ്റ്റേക്കുകളെ പറ്റി സംസാരിക്കാനുണ്ട്, അതിന്റെ സൊല്യൂഷനെ പറ്റി. കൊമേഴ്സ് എടുത്ത ആളുകൾക്ക് ചിലപ്പോൾ ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊരു ടെൻഷൻ കാണും. അതിനെ നമ്മളൊന്ന് അഡ്രസ് ചെയ്യണം. അതായത് എടുത്തു കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി വേണ്ടായിരുന്നൊക്കെ തോന്നുന്ന കുറെ ആൾക്കാരുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. അതായത് 9+, 10+ ഒക്കെ കിട്ടിയ കുട്ടി എപ്പോഴും സയൻസ് എടുക്കുന്നു, അതിന് താഴോട്ടുള്ള കുട്ടികൾ കൊമേഴ്സ് എടുക്കുന്നു, അതിന് ആ രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ കുട്ടികൾ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ അത്ര ഇല്ലെങ്കിൽ പോലും ഇപ്പൊ കുറച്ചും കൂടിയൊക്കെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല മാർക്കുള്ള കുട്ടികൾ കൊമേഴ്സ് ചൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ കൊമേഴ്സിലോട്ട് എത്തുന്ന കുട്ടികൾ. അതിന്റെ റീസൺ എന്തായിരിക്കും? ഒന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം സയൻസ് എടുത്തു, മെഡിസിന് വേണ്ടി എൻട്രൻസിന് വേണ്ടി കുറെ നാൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് മെഡിസിൻ കിട്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു PGയുടെ എൻട്രൻസ് പഠിക്കുന്നു, പിന്നെ PG പഠിക്കുന്നു. അത് ലൈഫ് ഒന്ന് സെറ്റിൽ ആവാൻ ഒരു കുറെ സമയം എടുക്കുന്നുണ്ട്. അതായത് ജോലിയിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടിയുടെ ഏജ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ആവുക എന്നൊരു ചിന്തയിലോട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കൊമേഴ്സിന് ഒരു കരിയറിൽ എടുക്കുന്ന സമയത്തോട്ട് ഒരു 3 or 4 years ഇവർ ആ സയൻസിൽ ആ ഒരു 8-10 വർഷം ഇടുന്ന ഒരു ഹാർഡ് വർക്ക് ആ 4 വർഷം ഇടാൻ റെഡി ആണെങ്കിൽ അവർക്ക് അത്ര ചെറുപ്പത്തിൽ ലൈഫ് സെറ്റിൽ ആകാം. ആൻഡ് ദെൻ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സംഗതി മിസ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, കാരണം കുറെ കുട്ടികൾ അതുമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് കൊമേഴ്സിലേക്ക് പോകുന്ന സമയത്ത് ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു കുട്ടി 1 മുതൽ 10 വരെ പഠിക്കാത്തൊരു കാര്യമാണ്. അപ്പൊ A to Z പഠിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിക്ക് കൊമേഴ്സ് എടുത്താൽ ബുദ്ധിമുട്ടാവില്ലേ ചെയ്യുന്നത്? കൊമേഴ്സ് എടുത്താൽ ഒന്നാമത്തെ കാര്യം അവർ ബേസിക്സ് തൊട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 10ാം ക്ലാസ്സിൽ ഇപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിക്കുമ്പോൾ ഇതിൽ ചില സബ്ജക്ട് താല്പര്യമില്ലാത്ത കുട്ടികളും അല്ലെ 10 വരെ ഉഴപ്പിയ കുട്ടികളും ഇനി +1 ഞാൻ അടിപൊളിയായിട്ട് പഠിക്കാം എന്നൊരു 10ലെ റിസൾട്ട് വന്ന് റിയലൈസേഷനിലോട്ട് എത്തുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് +1 എത്തുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്, ബാക്കി എല്ലാവർക്കും അത്യാവശ്യം സയൻസ് സബ്ജക്ട് അറിയാം, എനിക്കൊന്നും അറിയില്ല. പക്ഷെ കൊമേഴ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ബേസിക്സ് A മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ പഠിക്കാത്ത സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം ഓഫ് കോഴ്സ് ആ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ടെൻഷൻ കാണും. പക്ഷെ ഇപ്പൊ നമ്മൾ സൈലം പോലുള്ള പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, അതിൽ നിങ്ങൾക്ക് വേണ്ട A to Z ബ്രിഡ്ജ് ക്ലാസ് മുതൽ നമ്മൾ എടുത്ത് ഏറ്റവും ആദ്യം മുതൽ സെറ്റാക്കി കൊടുക്കുക. ഏറ്റവും ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിക്കും അല്ലെങ്കിൽ പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യം, ഇതൊരു പുതിയ സബ്ജക്റ്റാണ്, ഇതൊരു പുതിയ ലോകം. പഠിക്കാൻ നല്ല കാലിബർ ഉണ്ട്, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഏറ്റവും ഹൈയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, +1 കുട്ടികൾ ട്യൂഷൻ ഒന്നും പോകുന്നില്ല, ഒരു അഡീഷണൽ സപ്പോർട്ട് എടുക്കുന്നില്ല. പല കുട്ടികളും സ്കൂളത്തെ ക്ലാസ്സുകൾ തന്നെ കേൾക്കുന്നു. അതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹയർ സെക്കൻഡറി പോകുന്ന സമയത്ത് ചില സബ്ജക്റ്റ് ഒക്കെ ചില ടീച്ചേഴ്സ് അടിപൊളിയായിരിക്കും, പക്ഷെ ചില ടീച്ചേഴ്സ് ഒന്നും ആ ടീച്ചേഴ്സ് ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ആ കുട്ടി എപ്പോഴും വിചാരിക്കുന്നത് എന്താ, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ ഒരു പക്ഷേ എക്സാമിന്റെ ഒക്കെ ലാസ്റ്റ് സമയത്ത് പ്രിപ്പയർ ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ ആ രീതിയിലുള്ള ചിന്തകളാണ്. പക്ഷെ അത് മിസ്റ്റേക്ക് ആണ്. എന്താണ് മിസ്സിന്റെ അഭിപ്രായം? അതായത് +1 തന്നെ ഒരു കുട്ടിക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട് വേണ്ടതുണ്ടോ? എന്താ മിസ്സിന്റെ? ഡെഫിനറ്റ്ലി +1 എക്സ്ട്രാ സപ്പോർട്ട് ആണ്. കാരണം നമുക്കറിയാം +2 മാർക്ക് എന്ന് പറഞ്ഞാൽ +1 മാർക്കും +2 മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ്. ഇപ്പൊ കൊമേഴ്സ് പോലുള്ള സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ബേസിക്സ് +1 ആ ബേസിക്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ +2 നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ ബേസിക്സിലെ നമുക്ക് ട്യൂഷൻ കിട്ടി നമുക്ക് ഒന്ന് ഉറപ്പാകേണ്ടതുണ്ട്. +1 നമ്മൾ പഠിക്കുന്ന ബേസിക്സിന്റെ ആപ്ലിക്കേഷൻ ആണ് +2 വരുന്നത്. അപ്പൊ +1 ബേസിക്സ് കിട്ടിയില്ല, ഇനി +2 എത്തിയ ശേഷം ഓക്കെ ഇനി പഠിച്ചു തുടങ്ങാം എന്ന് ചിന്തിക്കുന്നിടത്ത് അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം +1 അത്ര സ്ഥലങ്ങൾക്ക് പുതിയ സബ്ജക്റ്റ് ആണ്, അപ്പം അത് ആക്സസ് ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. പുതിയ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ അത് കുട്ടിനെ ബാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. നല്ല റിസൾട്ടുകളും നമ്മുടെ യുവ ബാച്ചിലും അതോടൊപ്പം തന്നെ നമ്മുടെ പവർ ബാച്ചിലേക്ക് നമ്മൾ പുതിയൊരു കാര്യം പറയാണ്ട്, അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പ് ഞാൻ കൗതുകരമായിട്ടൊരു കാര്യം പറയട്ടെ. അതായത് നമ്മൾ ഈ വർഷത്തെ റിസൾട്ട് വന്നു +1 ഇപ്പൊ +2 കുട്ടികൾ നമ്മുടെ ഈ കാര്യം കേൾക്കുന്നുണ്ടാവും. അതിന്റെ റിസൾട്ടിൽ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ നമുക്ക് 3 സ്ട്രീമാണ് മെയിൻ ആയിട്ടുള്ളത്, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ടഫാണ് നമ്മൾ പറയപ്പെടുന്ന ഒരു സ്ട്രീം സയൻസ് ആണ്, അത് കഴിഞ്ഞിട്ട് കൊമേഴ്സ് ആണ്, അത് കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് ആണ്. പൊതുവെ അങ്ങനെയാണ് ധാരണ. ഇനിയിപ്പോൾ കൊമേഴ്സിലേക്ക് പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം അത് എത്രത്തോളം ടഫാണെന്നും അതിനെ ക്രാക്ക് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നൊക്കെ അവർക്ക് അറിയാം. എന്നാലും ഞാൻ പറയാണ്, ഏറ്റവും കൂടുതൽ തോറ്റ് ഏത് സ്ട്രീമുള്ള കുട്ടികളാണെന്ന് മിസ്സിന് അറിയാം?
ഈ 3 സ്ട്രീമിൽ ഹ്യൂമാനിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ തോറ്റത്. 2ാം സ്ഥാനം ഏറ്റവും കൂടുതൽ തോറ്റതിലുള്ള കുട്ടികൾ കൊമേഴ്സ് ആണ്. ഏറ്റവും കുറവ് കുട്ടികൾ തോറ്റത് സയൻസിലാണ്. അതിന്റെ റീസൺ എന്താണെന്ന് അറിയാം മിസ്സിന്? ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ എവിടെ ഏതൊരു കോർണറിൽ പോവാണെങ്കിലും സയൻസിന് ട്യൂഷൻ സെന്റർ ഉണ്ടാവും. കൊമേഴ്സിന് ഇപ്പൊ ഒരു 10 ട്യൂഷൻ സെന്റർ സയൻസ് ഉണ്ടെങ്കിൽ കൊമേഴ്സിന് എത്ര എണ്ണേ ഉള്ളൂ? 1 2 ഒക്കെ ഉണ്ടാവുള്ളൂ. ഹ്യൂമാനിറ്റീസിന് ഒന്നുമില്ല. അപ്പൊ എക്സ്റ്റേണൽ സപ്പോർട്ടുള്ള കുട്ടികൾ മാത്രമാണ് എപ്പോഴും നന്നായിട്ട് വിജയിക്കുന്നത്. അപ്പൊ സ്കൂളത്തെ ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്നത് ബുദ്ധിമുട്ടാണെന്നല്ല പറഞ്ഞത്. പക്ഷെ എക്സ്റ്റേണൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സൈലം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ്സുകളും നമ്മുടെ പുതുതായിട്ട് നമ്മൾ തുടങ്ങുന്ന പവർ ബാച്ച് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് മിസ് നമ്മുടെ ഈ പവർ ബാച്ചിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടികളുടെ ഇടയ്ക്ക് +1 ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടുന്ന കുട്ടികൾക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. അതൊരു റിയാലിറ്റിയാണ്. അപ്പം ഇപ്പൊ ഒരു പക്ഷേ ട്യൂഷൻ സെന്ററിലും അല്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എക്സ്ട്രാ ക്ലാസ്സിന് പോകുന്ന സമയത്തും നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ആ ക്ലാസ്സിൽ പോയിരിക്കുന്നു, ക്ലാസ് കേൾക്കുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മൾ എത്തുന്നില്ല. ഓരോ കുട്ടിക്ക് വേണ്ട കാര്യത്തിൽ ഡിഫിക്കൽട്ട് ഉണ്ട്. അതായത് ചില ആളുകൾക്ക് സംബന്ധിച്ച് അക്കൗണ്ടൻസി ആകും ഡിഫിക്കൽട്ട്, ചിലർക്ക് ബിസിനസ് സ്റ്റഡീസ് ആകും, ചിലർക്ക് എക്കണോമിക്സ് ആകും. അപ്പം ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ ആവശ്യമാണ്. ചിലരെ സംബന്ധിച്ച് ചിലർ കുറെ സമയം ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ മാർക്ക് കിട്ടുന്നില്ല, എഫക്റ്റീവ് ആകുന്നില്ല. അവർക്ക് എന്താണ് അവരുടെ മിസ്റ്റേക്ക് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഒരു ടീച്ചറെ സംബന്ധിച്ച് ഒരു ക്ലാസ്സിൽ ഇത്രയും കുട്ടികൾ ഉള്ളപ്പോൾ അതിൽ ഓരോ കുട്ടിയുടെ കാര്യം നോക്കാൻ അവർക്ക് സമയമില്ല. പേരൻസിനെ സംബന്ധിച്ച് പഠിക്കൂ എന്ന് പറയാൻ അല്ലാതെ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് മാർക്ക് കിട്ടുന്നില്ല എന്നതിലോട്ട് എത്താൻ പറ്റുന്നില്ല. ഈവൻ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ പോലും ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ, സാധാരണ നോർമൽ ബാച്ചിൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് നമ്മുടെ ഈ പവർ ബാച്ച് വരുന്നത്. പവർ ബാച്ചിൽ വരുന്ന സമയത്ത് നമുക്ക് ഓരോ കുട്ടിക്ക് നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാം. അതായത് നമ്മൾ യുവ ബാച്ചിൽ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കുന്ന അതേ കാര്യം 2 മണിക്കൂർ കൊണ്ടാണ് ഇവിടെ എടുപ്പിക്കുന്നത്. അപ്പൊ 2 മണിക്കൂർ എടുക്കുമ്പോൾ നമ്മൾ വെറുതെ ക്ലാസ് എടുക്കില്ല, അവരെ കൊണ്ട് നോട്ട് എഴുതിപ്പിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അവിടെ തന്നെ ക്യാമറ ഓൺ ആക്കി നമ്മൾ അവരുടെ ആൻസർ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു ഡൗട്ട് തോന്നി അപ്പൊ തന്നെ കുട്ടിക്ക് മൈക്ക് ഓൺ ആക്കി അവിടെ ചോദിക്കാം. ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഒന്നുമല്ല. ഇനി അത് വേണ്ട, ടൈപ്പ് ചെയ്തിടാനേ എനിക്ക് പറ്റുള്ളൂ, എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ താല്പര്യം, ഓക്കെ അങ്ങനെയും ചെയ്യാം. അപ്പം ഇൻഡിവിജ്വലി ഓരോ കുട്ടിക്കും എന്താണ് പ്രശ്നം, എന്താണ് അവർക്ക് അഡീഷണൽ സപ്പോർട്ട് വേണ്ടത്. അപ്പം വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ നമ്മൾ പവർ ബാച്ചിൽ എടുക്കുന്നുള്ളൂ. നമ്മൾ യുവ ബാച്ചിലെ പോലെ എല്ലാ അഡ്മിഷൻ കൊടുക്കുകയല്ല, വളരെ കുറച്ച് കുട്ടികൾ എടുത്ത് അവർക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് അവരെ ഒരു ടോപ്പിലോട്ട് എത്തിക്കാം. കൊമേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പ്രൊഫഷണൽ കോഴ്സിലോട്ട് അവർക്ക് എന്ത് ചെയ്യണം, വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു കാര്യം നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പവർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ പ്രൊഫഷണൽ കോഴ്സിനെ പറ്റി പറഞ്ഞ സമയത്താണ് എന്റെ മനസ്സിലേക്ക് വന്ന കുറച്ച് പേരുകളുണ്ട്. ACCA, CACM ഒക്കെ. അതിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് കേട്ടൊരു കാര്യമാണ്, മെയിനായിട്ട് കൊമേഴ്സിലുള്ള സ്ട്രീമുകൾ, അതായത് സ്ട്രീമല്ല സബായിട്ട് വരുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്, മാത്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാത്സ് കൊമേഴ്സ് എടുക്കുന്ന ഒരു കുട്ടിക്ക് എൻ്റെ അറിവ് ശരിയാണെന്ന് മിസ് പറയണേ, CA അതേപോലെ ACCA പറയുന്ന കോഴ്സുകളിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയപ്പെടാറുണ്ട്. അതിന്റെ ഒരു യാഥാർത്ഥ്യം ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം മാത്സ് അവർക്ക് ഒരു പേപ്പറായിട്ട് തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ മാത്തമാറ്റിക്സ് കൂടി കൊമേഴ്സിലൂടെ പഠിച്ചൊരു കുട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ ഒരു പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് തന്നെ അവർക്ക് കൂടുതലായിരിക്കും. ഇപ്പൊ +1 +2 നമ്മൾ മാത്സ് പഠിക്കാണ്ട് മറ്റൊരു ഓപ്ഷൻ സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ സിയോട്ട് എത്തുമ്പോൾ അതായത് ചിലപ്പോൾ അക്കൗണ്ടൻസിയുടെ പ്രോബ്ലംസ് ആവാം, പക്ഷെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് നമുക്ക്. അപ്പൊ മാത്സ് പഠിക്കുന്ന കുട്ടിക്ക് ആ ഒരു സ്കില്ലുണ്ട്, ആ ഒരു കോൺഫിഡൻസ് കാണും. അത് തന്നെ അവരവിടെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മുടെ യുവ ബാച്ചിന് വേണം. ചിലർക്ക് സ്കൂളുകൾ ആ ഓപ്ഷൻ അവൈലബിൾ അല്ല, അവരുടെ നിയർ ബൈ സ്കൂളിൽ കമ്പ്യൂട്ടർ അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മുടെ യുവ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടിക്ക് എല്ലാ ഓപ്ഷനും ആക്സസിബിൾ ആണ്. അതായത് അവർക്ക് മാത്സിന്റെ ക്ലാസ് കാണണം. ഓഫ് കോഴ്സ് അവർക്ക് പവർ ബാച്ച് എടുക്കുന്ന കുട്ടിക്ക് യുവ ബാച്ച് ഫ്രീ ആണോ, എന്താണ് അഭിപ്രായം? പവർ ബാച്ച് എടുക്കുന്ന യുവ ബാച്ചിനെക്കാളും പവർ ബാച്ചിൽ നമ്മൾ എക്സ്ട്രാ ക്ലാസ് കൊടുക്കുന്നവർക്ക് ആ പവർ ബാച്ച് അറ്റൻഡ് ചെയ്താൽ തന്നെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കിട്ടും. അതായത് എക്സ്ട്രാ കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. ഒരു ലൈബ്രറി പോലെ ഏത് സമയത്ത് വേണമെങ്കിലും എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാണ്. ഇപ്പോൾ +2 എത്തിയ വിദ്യാർത്ഥികളുണ്ടല്ലോ, അവർക്ക് +1 റിസൾട്ട് വന്നു, കുറെ ആൾക്കാർക്ക് മാർക്ക് കുറഞ്ഞു. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ ട്യൂഷന് പോകുന്നത് +2 എത്തിയതിനു ശേഷമാണ്. കാരണം +1 കുറെ കുഴപ്പി നടന്നു, അവർക്ക് കുറെ പ്രശ്നങ്ങൾ വന്നു, ഇപ്പൊ പ്രഷർ കയറി. പല കുട്ടികൾക്കും +1 മാർക്ക് ആഡ് ചെയ്യുന്നുള്ള റിയാലിറ്റി പോലും അറിയുന്നില്ല. +1 റിസൾട്ട് വന്നപ്പോഴാണ് ആ കാര്യത്തിലോട്ട് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് ഇംപ്രൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓഫ് കോഴ്സ് നമ്മളിപ്പോ പവർ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ +1 ക്ലാസ്സുകൾ അവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവർക്ക് നമുക്കറിയാം, കാരണം +2 അവരെ നമ്മൾ അടിപൊളിയാക്കാന്ന് വെച്ചാൽ വെറുതെ പറയുമല്ല. +1 ബേസിക്സ് കിട്ടിയാലേ അവർ +2 അടിപൊളിയാകുള്ളൂ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് ഫ്രീ ആയിട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ഒരു കുട്ടിക്ക് നമ്മുടെ പവർ ബാച്ചിലേക്ക് വരാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ്, 2 ബാച്ചും അടിപൊളിയാണ്. ഇപ്പോൾ യുവ ബാച്ചും അടിപൊളിയാണ്, പവർ ബാച്ചും അടിപൊളിയാണ്. ഈ യുവ ബാച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് നമ്മുടെ സാധാരണ സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ ഇതുവരെ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റുന്ന ബാച്ചാണ്. എന്നാൽ നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി ടീച്ചേഴ്സിനോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സമയത്ത് നമുക്കൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡൗട്ടുകളുള്ള ഒരു കുട്ടികൾ
ഡൗട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ അവർക്ക് ഡൗട്ടുകൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മുടെ പവർ ബാച്ച് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പവർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചുകൊണ്ടും ഇവർക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളൊക്കെ തന്നെ അല്ലേ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ വ്യത്യാസം അറിയാം. എന്താണ് യുവ ബാച്ചിൽ, എന്താണ് പവർ ബാച്ചിലുള്ള വ്യത്യാസം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് പവർ ബാച്ച് നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം. അഡീഷണൽ സപ്പോർട്ടായിട്ട് യുവ ബാച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അതൊരു ലൈബ്രറി പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മിസ്സേ നമുക്ക് ഏകദേശം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മിസ്സിന് അഡീഷണൽ ആയിട്ട് കുട്ടിയോട് പറയാനുണ്ടോ? അല്ല, ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം +1 ഇപ്പൊ ഇവർ ജോയിൻ ചെയ്തോളൂ, ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഏറ്റവും ആദ്യം മുതൽ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം കംപ്ലീറ്റ് നമ്മൾ ഏറ്റെടുത്തു. അതാണ് നമുക്ക് തരാനുള്ള ഒരു ഉറപ്പ്. ഇതിൽ വലിയ ഉറപ്പ് ഇനി എവിടെ കിട്ടടാ. ധൈര്യമായിട്ട് വാ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.